അസ്സലാമു അലൈക്കും. ഇന്ന് ഞങ്ങൾ ബോ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ കുറേ ഇതിലുണ്ട്, കുറേ സൈസിൽ. അപ്പോൾ ഈ ബോസ് നല്ല ക്യൂട്ടായിട്ടുള്ള ബോ, ഇത് കുറച്ച് യാനേ വേണ്ടുള്ളൂ, കുറേ യാനൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ എക്സ്ട്രാ യാനൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ ഈ ക്യൂട്ടായിട്ടുള്ള ബോ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഹൂക്കിൻ്റെ സൈസ് മാറുമ്പോൾ ഇത് സെയിം ഹൂക്കിൻ സൈസ് മാറുമ്പോൾക്ക് പിന്നെ യാൻ്റെ സൈസ് മാറുമ്പോൾ ബോ ചെറുത് വലുതുണ്ടാവും. പക്ഷേ ഞാനിവിടെ ഒരേ ഹൂക്കിൻ്റെയും ഒരേ യാൻ്റെ സൈസ് യാൺ വെച്ചിട്ട് ഈ സ്റ്റിച്ചസിൽ എങ്ങനെ ചേഞ്ചസ് ഉള്ള ഇത് സ്റ്റിച്ചസിലാണ് ചേഞ്ച് ഉള്ളത്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് കാണിക്കാം. ഇപ്പോൾ ഇതും സെയിം ആണ്, പക്ഷേ ഇത് ഹൂക്കും യാനും ചെറുതായത് കൊണ്ട് ഇതിൻ്റെ സൈസ് ഇത് ചെറുതായി. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഈ ചെറിയ സ്മോൾ ബോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇപ്പോൾ ചെറിയ ബോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മാജിക് റിങ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ മാജിക് റിങ് നിങ്ങൾക്ക് ഏത് മെത്തേഡിൽ അറിയുന്നുണ്ടോ ആ മെത്തേഡിൽ ചെയ്യാം. എങ്ങനെയുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് എൻഡ് യാൻ ഇങ്ങനെ പിടിക്കാം, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പിടിക്കാം. പിന്നെ ഈ യാനിനെ ഇങ്ങനെ ഈ 3 ഫിംഗറായിട്ട് ഇങ്ങനെ റാപ്പ് ചെയ്യാം. പിന്നെ ഇങ്ങനെ എക്സ് ആയിട്ട് കൊണ്ടുപോവുക. ബാക്ക് സൈഡിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ ഫിംഗറിൽ ഇതിനൊന്ന് പിടിക്കാം. ഓക്കെ, ഈ ഹൂക്കിനെ ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഇടാം. എന്നിട്ട് ഈ യാനിനെങ്ങനെ കൊണ്ടുവന്ന് ഇനി ഞങ്ങൾ ഇവിടുന്നൊരു ഇങ്ങനെ ഈ യാനിൽ വർക്കിംഗ് യാനിൽ ഒരു ചെയിൻ ഇടാം. ഓക്കെ, ചെയിൻ ഇട്ടു. എന്നിട്ട് ഈ വിരലിനെ എടുക്കാം. ഇതാണ് മാജിക് റിങ്. ഈ മാജിക് റിങ്ങിൽ ഇങ്ങനെ രണ്ട് യാനിങ്ങനെ ഉണ്ടാണോ വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ സിംഗിളല്ല, 2 യാനിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയിലൊന്നും വർക്ക് ചെയ്യാനില്ല. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ചെയിൻ 4 ആണ്. ഫസ്റ്റ് ചെയിൻ 4 ഇടാം. 1 2 3 and 4 ചെയിൻ 4 ഇട്ടു. ഇനി ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് 4 ഡബിൾ ക്രോഷ്യ ആണ്. 4 ഡബിൾ ക്രോഷ്യ യാൻ ഓവർ ചെയ്യുക, ഡബിൾ ക്രോഷ്യ യാൻ ഓവർ ചെയ്യുക. ഇതിൻ്റെ അകത്തേക്ക് ഇടാം, മാജിക് റിങ്ങിൻ്റെ അകത്തേക്ക് ഹൂക്കിനെ ഇടാം, യാനിനെ എടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ ഹൂക്കിൽ 3 ഉള്ളത്. ഫസ്റ്റ് 2 എടുക്കുക, പിന്നെ 2 എടുക്കുക. ഇതാണ് ഡബിൾ ക്രോഷ്യ. ഞാനിപ്പോൾ 4 ഡബിൾ ക്രോഷ്യ ആണ് ഇടാൻ പോകുന്നത്. ഇപ്പോൾ 1 ആയി, 2, പിന്നീട് 3 and 4 ഇട്ട് കഴിഞ്ഞു. ഇനി ചെയിൻ 4 1 2 3 and 4. പിന്നെ സ്ലിപ്പ് സ്റ്റിച്ച് ഇൻടു മാജിക് റിങ്. അപ്പോൾ ഈ മാജിക് റിങ്ങിൽ ഒന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ദൂരെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ദൂരമൊക്കെ ഉണ്ടാവും, അതിനൊന്ന് അടുപ്പിച്ചിട്ട് ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇനി ചെയിൻ 4 1 2 3 and 4. ഇനി ഇതേപോലെ ഇതിനെ ഓപ്പോസിറ്റ് ചെയ്യാണ്, റിപ്പീറ്റ് ചെയ്യാണ്. ചെയിൻ 4 4 ഡബിൾ ക്രോഷ്യ, 1 2 3 and 4 കഴിഞ്ഞു. ഇനി ശ്രദ്ധിക്കുക, ഞാൻ ഈ 2 യാനും ഒന്നിച്ചിട്ടുണ്ട്. ഇതിനിങ്ങനെ വലിക്കുമ്പോൾ ഇങ്ങനെ മൂവ് ആവണം.
ലാസ്റ്റ് ചെയിൻ 4 1 2 3 4 ആൻഡ് സ്ലിപ്പ് സ്റ്റിച്ച് ഇൻ ടു മാജിക് റിംഗ്. ഈ മാജിക് റിങ്ങിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ഞാൻ എടുത്തോണ്ട് വരാം, ഇതിടാം. ഇപ്പം ഞാൻ ഈ എൻഡ് യാനുണ്ടല്ലോ, ഈ യാനിനെ എൻഡ് യാനിനെ ഇങ്ങനെ വലിക്കുന്നു, ടൈറ്റ് ചെയ്യുന്നു. ക്ലോസ് ചെയ്യാമോ? ഇങ്ങനെ വലിച്ചാൽ ക്ലോസ് ആവും. ഓക്കെ, ഇങ്ങനെ ക്ലോസ് ചെയ്യുന്നു. പിന്നെ ഈ സ്ലിപ്പ് സ്റ്റിച്ച് എൻ്റെ അത് ലൂസായി, അപ്പോൾ ഇതിനെ ഞാൻ ടൈറ്റ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ ചെയിൻ 1 ഇടാം. ലോങ് ടെയിൽ കട്ട് ചെയ്യാം. ലോങ് ടെയിൽ കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്യാം. ഈ ടൈലിന് ലോങ് ടൈലിൽ കട്ട് ചെയ്യാം. ഓക്കെ, എൻ്റെ തന്നെ ഞാൻ പിന്നെയും ടൈറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ ലോങ് ടൈലുണ്ടല്ലോ, ഇതിനെ ഇതിലേക്ക്, ഈ മിഡിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ വെക്കാം, ബട്ടൺസോ സ്റ്റോണോ എന്ത് വേണമെങ്കിലും വെക്കാം. പക്ഷേ ഞാനിവിടെ റാപ്പ് ചെയ്തിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇതിനെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിഡിലായിട്ട് റാപ്പ് ചെയ്യാം. 1 2 3 നിങ്ങൾക്ക് എത്ര ഇത് കൗണ്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് നിങ്ങളിലുണ്ടായാൽ ഇങ്ങനെ റാപ്പ് ചെയ്യാം. ടൈറ്റിൽ റാപ്പ് ചെയ്യാല്ലേ, പക്ഷേ നല്ലോണം ലൂസും ചെയ്യാനും പാടില്ല. ഓക്കെ, ഞാനൊന്ന് റാപ്പ് ചെയ്ത് കൊടുത്തു. ഇനി ബാക്കിലാണ് ഹൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ റാപ്പ് ചെയ്ത യാണിനെ ഇങ്ങനെ പുറത്ത് ബാക്ക് സൈഡിൽ കൊണ്ടുവന്നു. ഈ ഹൂക്കിനെ ഈ റാപ്പ് ചെയ്തതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ എടുത്തു. ഹൂക്കിനിട്ട് ഈ യാണിനെ ഇതിനെ അകത്തുനിന്ന് ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് വന്നു. ഇതിനെയും ഈ യാണും എൻ്റെ യാണും ഇതിനെയും ഒന്ന് നോട്ട് ചെയ്യാം, 2 നോട്ട് ചെയ്യാം. ഇപ്പോൾ എൻ്റെ ചെറുതാണുള്ളത്, പക്ഷേ ഓക്കെ. 1 ഒന്ന് ടൈറ്റ് നോട്ട് ചെയ്യാം ആൻഡ് 2. പിന്നെ ബാക്കി യാണിനെ ഇങ്ങനെ കട്ട് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്യും.